Hi guys, welcome back to my channel. In January last week plan cheyan povana. But January nammal January month plan cheyana kandu, edil oru week plan cheyana kandu. Appo inna namukku January last week oda plan cheyidittu inna video edit cheyidittu kayinju kayal pinne namukku February plan with me video കാണാം. പിന്നെ ഫെബ്രുവരി എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, എന്തൊക്കെ വീഡിയോസ് ആണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് വാഷി ടേപ്പ് ഒട്ടിക്കുകയാണ്, കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അറിയാമല്ലോ ഞാൻ എപ്പോഴും സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഒരു യെല്ലോ കബ് അങ്ങനെ എന്തോ പറയുന്ന ഒരു ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു വാഷി ടേപ്പാണ്. അപ്പോൾ ഇത് ആക്ച്വലി മദേഴ്സ് ഡേക്ക് യൂസ് ചെയ്യുന്ന വാഷി ടേപ്പാണ്. പക്ഷേ മദേഴ്സ് ഡേക്ക് അല്ലാതെയും യൂസ് ചെയ്യുന്ന വാഷി ടേപ്പുകൾ ഇതിൽ കണ്ടു. സോ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഈ ഒരു വാഷി ടേപ്പാണ് 4 ഭാഗത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് വീക്ക്ലി പേജ് ഉണ്ട്, വീക്ക്ലി ഗ്രിഡ് ഉണ്ട്, അതേമാതിരി മന്ത്ലി വീക്ക്ലി റിഫ്ലക്ഷൻ പേജും വീക്ക്ലി പ്ലാൻ പേജും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതാണ് ഇന്ന് ഒട്ടിക്കാൻ പോകുന്നത്, മേലെയും താഴെയായിട്ട്. നിർബന്ധമില്ല കേട്ടോ, എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുകയാണ്. അപ്പോൾ മേലെയും താഴെയും ഞാൻ ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 പേജിലും വാഷി ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വീതിയുള്ളത് ഒട്ടിക്കാം. ഇന്നത്തെ സ്റ്റിക്കേഴ്സ് എൻ്റെ കുറച്ച് വലുതാണ്, അതുകൊണ്ട് വാഷി ടേപ്പ് കുറച്ച് ചെറുതാക്കി ചെയ്യാം എന്ന് വിചാരിച്ചത്. സോ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റിക്കർ ബുക്ക് ഇതാണ്. നമുക്ക് ഇങ്ക് ബക്കറ്റ് പ്ലാനറിൻ്റെ കൂടെ ഒരു സ്റ്റിക്കർ ബുക്ക് കിട്ടുന്നുണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് പേജിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോറൽ ഡിസൈൻസ് ഉണ്ട്, കണ്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഒട്ടിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഒട്ടിക്കാം സ്റ്റിക്കേഴ്സ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾ എങ്ങനെയാണ് ഈ സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം താഴെ. വേറെ ഏതെങ്കിലും വഴിയിൽ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ, എങ്ങനെയാണോ നിങ്ങൾ പ്ലാനർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ ഞാൻ ഒട്ടിക്കാൻ പോകുന്നത് ആദ്യത്തെ നമുക്ക് ഇവിടെ ഒട്ടിക്കാം. കുറച്ച് താഴെ വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഈ ഒരു ചെറി ഒട്ടിക്കാം കേട്ടോ അവസാനത്തതിൽ. അപ്പോൾ എനിക്ക് ഈ ഒരു വീക്ക് കുറച്ച് ബിസി ആയിട്ടുള്ളൊരു വീക്കാണ്, കാരണം എനിക്ക് വീട് ഷിഫ്റ്റ് ചെയ്യണം, പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനെ വിളിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ തന്നെ പാക്ക് ചെയ്യാനുണ്ട് ആൻഡ് ഒതുക്കി വെക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ എനിക്ക് എത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും പ്ലാനർ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഫെബ്രുവരി വീഡിയോസ് എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇങ്ങനെയാണ് സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഒരു 4 വീക്കും കൂടെ ഒട്ടിച്ചാൽ നമുക്ക് ഇവിടെ ഫ്രൈഡേ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളത് ഈ ഇല കൊടുക്കാം. സിമ്പിളല്ല, എന്നാലും വെറും പൂവൊന്നും ഇല്ലാത്തൊരു ഇല കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സാണേ. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതിന് വേറൊരു ബുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്, ഇങ്ക് ബക്കറ്റിൻ്റെ തന്നെ. അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സ്റ്റിക്കർ ബുക്ക്. ഇങ്ക് ബക്കറ്റിൻ്റെ സൈറ്റിൽ പോയാൽ ആമസോണിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇറ്റ്സ് സ്റ്റിക്കർ സീസൺ എന്ന് പറഞ്ഞിട്ട് തോന്നുന്നു 500 രൂപയ്ക്ക് താഴെയുള്ളൂ സ്റ്റിക്കേഴ്സ്. ഇത് ഈ ഒരു സ്റ്റിക്കർ ബുക്ക് നല്ല നല്ല സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിലും ഉണ്ട് കുറേ ഫ്ലോറൽ
ഗാർഡൻ തീമിലുള്ള സ്റ്റിക്കേഴ്സ്, ഫ്രൂട്ട് തീമിലുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എടുക്കാൻ നോക്കട്ടെ ഞാൻ. ഇതിൻ്റെ കൂടെ നമുക്കത് ഈ ഒരു പൂവും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഒന്ന് മാച്ചായിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇത് കൊടുക്കാം. എനിക്ക് പൂക്കളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നമുക്ക് താഴെ സ്ട്രോബെറി കൊടുക്കാം. സ്ട്രോബെറി വേണ്ട, നമുക്ക് സൺഡേ ഈ വലിയ പൂ തന്നെ കൊടുക്കാം. കാരണം സൺഡേ ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ വർക്കൊന്നുമില്ല. ഈ ഒരു ഇല അതിനെ കമ്പൈൻ ചെയ്ത് കൊടുക്കാം. സോ ഈ ഒരു പേജ് ഞാൻ ഇങ്ങനെയാണ് ഇപ്പം തൽക്കാലം ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. തൽക്കാലമല്ല, ഇത്രയും ഡെക്കറേഷൻ മതി. അപ്പോൾ ഞാൻ ഈ ബോക്സസ് ഒട്ടിക്കാം. ബോക്സസിന് വേണ്ടിയിട്ട് ഞാനൊരു സൈറ്റിൽ ആമസോണിൽ നിന്ന് ബോക്സസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബുക്കിൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബോക്സസ് നമുക്ക് ഒട്ടിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇങ്ങനെ പല കളേഴ്സിൽ, നമുക്ക് പേസ്റ്റൽ കളേഴ്സിൽ അവൈലബിൾ ആണ് ബോക്സസ്. അപ്പോൾ ഇത് ഓരോ കളറും ഓരോ സെറ്റാണ് കേട്ടോ. ഞാനതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കുറേയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു കളർഫുൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇത് ഒട്ടിച്ച് തുടങ്ങാം. റൈറ്റ്, തിങ്കളാഴ്ച വീഡിയോ അപ്ലോഡിൻ്റെ ദിവസമാണ്. ഇവിടെ നമുക്ക് ഈ ഒരു കളർ, ഇതിനിപ്പോൾ ഈ കളറിനൊക്കെ എന്താ പറയുക എന്നുള്ളത് അറിയില്ല കേട്ടോ. ഈ ഒരു കളർ നമുക്ക് ഒട്ടിക്കാം. ആൻഡ് ഫോർ സൺഡേ ഐ ഡോണ്ട് ഹാവ് സൺഡേ പ്രോഗ്രാംസ് ഒന്നും ഇല്ല. സൺഡേയിൽ ഞാൻ ബോക്സ് ഒന്നും ഒട്ടിക്കുന്നില്ല. സൺഡേ ആക്ച്വലി ഒരു എനിക്ക് വർക്കൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ ഇപ്പം തൽക്കാലം ഇങ്ങനെ വെക്കാം. ഞാൻ വീക്ക്ലി അഫർമേഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത് മൊബൈലിലൊരു കണ്ടൊരു കോട്ടാണ്. ഐ ആം ലെറ്റിംഗ് ഗോ നെഗറ്റീവ് തോട്ട്സ് ആൻഡ് കീപ്പിംഗ് ദ ഹാപ്പി വൺസ്. അതാണ് കോട്ട്. സോ അതൊന്ന് എഴുതുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ടു ഡു ലിസ്റ്റാണ് നമ്മൾ സാധാരണ എഴുതുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യം ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് സമയം എടുക്കുക, 2-3 മാസമാവും അല്ലെങ്കിൽ 2-3 ആഴ്ചയാവും ഇവിടെ എന്താണ് കറക്റ്റായിട്ട് നമ്മൾ ഫിൽ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഞാനിവിടെ കോഡ്സാണ് കൊടുക്കുന്നത്. സോ ഞാൻ എന്താ പറയുക, ഇത് ടോൾ എലിഫൻറ്റ് പ്ലാനറിൻ്റെ സ്റ്റിക്കർ ബുക്കാണ് ഇത്. അപ്പോൾ അതിൽ നിന്ന് ഇവിടെ കുറച്ച് കോട്ടുകളുണ്ട്. അപ്പോൾ ഞാനിവിടെ ബി യുവർ സെൽഫ് എന്നുള്ളൊരു കോട്ട് എടുക്കുകയാണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടിക്കാം. ഈ കോർണറിലായതുകൊണ്ട് കുറച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഞാനിവിടെ ഒട്ടിക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ആ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സ്റ്റിക്കർ ബുക്കിൽ ഈ ഒരു പൂവ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. റൈറ്റ്, അപ്പം കറക്റ്റായില്ലേ? ബി യുവർ സെൽഫ്. വേണമെങ്കിൽ ഇതും നമുക്ക് ഒട്ടിക്കാം. ഇവിടെ നമുക്ക് വീഡിയോ ഉണ്ട്. 24th നമുക്ക് വീഡിയോ വരുന്നത്. ഫുഡി ടോക്കാണ്. ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്. വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എഴുതാം. ഈ പെൻ വേണ്ട, നമുക്ക് ബ്ലൂ പെൻ എടുക്കാം. വീഡിയോ ഓൾറെഡി പ്രീ ഷെഡ്യൂൾഡ് ആണ്. പിന്നെ 26th നമുക്ക് 26th ആക്ച്വലി റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാം. അപ്പോൾ ഈ ടോൾ എലിഫൻറ്റ് പ്ലാനറിൻ്റെ ബുക്കിൽ അതിനുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. ചെറിയൊരു റിമൈൻഡർ ആയിക്കോളും.
നമുക്ക് ഡെയിലി പ്ലാനർ തുറക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി മറ്റേതിലെയും ഒട്ടിച്ചിട്ടുണ്ട്, എൻ്റെ കാലണ്ടറിലും ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ കലണ്ടർ നോക്കും, ഇത് നമ്മൾ ഡെയിലി നോക്കുന്നതാണല്ലോ, അപ്പോൾ ഇവിടെയും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ ഷൂട്ടിങ്ങും ബാക്കി എല്ലാ പ്ലാനിങ്ങും എനിക്ക് അതാത് ദിവസങ്ങളിലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ തലേദിവസം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വീട് ഷിഫ്റ്റിംഗ് ആണ്. സോ ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് പ്ലാൻ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ അതിന് വരുന്ന അനുസരിച്ച് ഫിൽ ചെയ്തോളാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ വീക്ക്ലി സെറ്റപ്പ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ പേജ് ഞാൻ പിന്നെ ഫിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, തൽക്കാലം ഈ വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ എല്ലാവർക്കും ബൈ ബൈ.